അറേബ്യയിൽ ആദ്യമായി ഒരു വിദേശ സിനിമ ഷൂട്ട് ചെയ്യുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പുതിയ ഹോളിവുഡ് സിനിമ ചാമ്പ്യൻസ് ആണ് ജിദ്ദയിൽ അടുത്ത മാസം ഷൂട്ട് ചെയ്യുകയെന്ന് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ഓസ്കാർ അവാർഡ് ജേതാവുമായ ആൻഡ്രസ് ഗോമസ് അറിയിക്കുകയുണ്ടായത്. റിയാദിൽ നടന്ന സൗദി മീഡിയ ഫോറം ദ്വിദിന സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നെ. ഈ വർഷം സൗദി അറേബ്യയിൽ ഉൾപ്പെടെ സൂപ്പർ ഹിറ്റായ ബോൺ എ കിങ് എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ആൻഡ്രസ് ഗോമസ്. ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. സൗദി അറേബ്യയിൽ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അത് കേവലം ഒരു സിനിമയുടെ നിർമ്മാണം മാത്രമല്ല എന്നതാണ് ഇതിലൂടെ വെളിവാകുന്നത്. ഒരു വ്യവസായത്തെ തന്നെ പുതുതായി നിർമ്മിച്ചെടുക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. സൗദി അറേബ്യയിൽ സിനിമ നിർമ്മിക്കാൻ എക്കാലത്തും വലിയ ആഗ്രഹവും ആവേശവും മനസ്സിൽ കൊണ്ടു നടന്ന ആളാണ് താൻ. എന്നാൽ സൗദിയിൽ സിനിമ നിർമ്മിക്കുമ്പോൾ അതിൽ ചില വെല്ലുവിളികളുണ്ടെന്നും ആൻഡ്രസ് ഗോമസ് പറയുന്നുണ്ട്. എന്നാൽ ആ വെല്ലുവിളികൾ എന്താണെന്നല്ലേ? അതാണ്, ഒരു സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും സൗദിയിൽ കൃത്യമായില്ല. ഇനി ഉണ്ടായിട്ട് വേണം സിനിമ നിർമ്മിച്ചു തുടങ്ങാൻ. ഒരു വ്യവസായം എന്ന നിലയിൽ സിനിമയ്ക്ക് സൗദി അറേബ്യയിൽ അനന്തമായ സാധ്യതകളാണ് കൽപ്പിക്കപ്പെടുന്നത്. നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ സൗകര്യങ്ങളും സംവിധാനങ്ങളും സ്വന്തമായി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നതാനും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വലിയ ചുവടുവെപ്പുകൾ തന്നെ നടത്തുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ സൗദിയുടെ തലവരെ തന്നെ മാറ്റിമറിക്കും. ഇനി ഒരു ഹോളിവുഡ് സിനിമയിൽ തുടങ്ങി അടുത്ത് പടിപടിയായി പല ഹോളിവുഡ് സിനിമകളിലും സൗദിയിൽ അരങ്ങേറും എന്നതാണ് വ്യക്തമാകുന്നത്. എന്നാൽ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്നത് ഓസ്കാർ ജേതാവായ ആൻഡ്രസ് ഗോമസിന്റെ ഏറ്റവും ഹിറ്റായ, അതായത് സൂപ്പർ ഹിറ്റായ ബോൺ എ കിങ് എന്ന സിനിമയുടെ സവിശേഷതകൾ തന്നെയാണ്. 1919 ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയെ തുടർന്ന് 14 വയസ്സുള്ള ഫൈസലിന്റെ പിതാവ് എമിർ അബ്ദുൽ അസീസ് ലണ്ടനിലേക്കുള്ള നയതന്ത്ര ദൗത്യത്തിനായി സൗദി അറേബ്യയുടെ രാജ്യമായി മാറുന്നതിനുള്ള സുരക്ഷയ്ക്കായി ലണ്ടനിലേക്ക് അയക്കുന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. വിൻസ്റ്റൺ ചർച്ചിൽ, ലോർഡ് കർസൺ തുടങ്ങിയ രാഷ്ട്രീയക്കാരുമായി യങ് ഫൈസൽ തന്റെ രാജ്യത്തിന്റെയും കുടുംബത്തിന്റെയും ഭാവി ചർച്ച ചെയ്യുകയും മേരി രാജകുമാരിയുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൽ മുഖ്യമായും വെളിവാക്കപ്പെടുന്നത്. അഗസ്റ്റ വില്ലറോങ് സംവിധാനം ചെയ്ത ബ്രിട്ടീഷ് സൗദി ചരിത്രപരമായ വരാനിരിക്കുന്ന നാടകമാണ് ബോൺ എ കിങ് എന്നത്. അഗസ്റ്റ വില്ലറോങ് സംവിധാനം ചെയ്ത ബ്രിട്ടീഷ് സൗദി ചരിത്രപരമായ നാടകമാണ് ബോൺ എ കിങ് എന്നത്. അതാണിപ്പോൾ ഹോളിവുഡ് സിനിമയായി മാറുന്നത്. എഡ് സ്ക്രീൻ, ഹമിയോൺ കോർഫീൽഡ്, ലോറൻസ് ഫോക്സ്, ജെയിംസ് ഫ്രീറ്റ്, അബ്ദുള്ള അലി എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. 2019 ഏപ്രിൽ 25 ബാഴ്സലോണ ഡാൻ ചോർലി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ, അതായത് BCL ഫിലിം ഫെസ്റ്റിവലിൽ ഇതിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.